വിശ്വാസത്തിൻ്റെ ആഴമുള്ള അടിസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുമാണ്. പാറ കൊണ്ടുള്ള അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിതമായിരിക്കുന്ന ഭവനം. 5 പാദങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിലും പ്രധാനപ്പെട്ടതാണ് വചനം രൂപപ്പെടുവാൻ നിന്ന് കൊടുക്കുന്നത്. വചനം എൻ്റെ ജീവിതത്തിൽ കരുപിടിക്കേണ്ടതുണ്ട്, അഥവാ വചനത്താൽ എൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കേണ്ടതുണ്ട്. വചനം എൻ്റെ ജീവിതത്തിൽ പടർന്നു കയറുവാൻ നാം അനുവദിക്കണം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പറയും, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. വെറുതെ മനസ്സിൽ നിലകൊള്ളുന്നതല്ല, മറിച്ച് എൻ്റെ ഹൃദയത്തെയും ആഗ്രഹങ്ങളെയും സ്പർശിക്കുവാനാണ് അവിടുത്തെ വചനത്തിൽ ഞാൻ നിലകൊള്ളുവാൻ വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, അഥവാ പ്രാർത്ഥിക്കണം. 2. എൻ്റെ വാക്ക്. എൻ്റെ വാക്ക് എൻ്റെ ദൈവത്തോടുള്ള ഉത്തരമാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, വെറുതെ വചനം പറയുന്നതിലല്ല ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം നിലകൊള്ളുന്നത്. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം പണിയപ്പെടേണ്ട ഒരു അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തിന് മേൽ ഞാൻ എൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ഭവനം പണിയണം. അതാണ് പത്രോസിൽ കർത്താവ് കണ്ടത്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. ക്രിസ്തു ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ക്രിസ്തു വിശ്വാസത്തിൻ്റെ ദേവാലയങ്ങളായി മാറണം എന്നാണ്. 3. എൻ്റെ ദൈവബന്ധം. എൻ്റെ ദൈവബന്ധം സത്യസന്ധതയും ആത്മാർത്ഥതയും വ്യക്തിബന്ധത്തിൻ്റെ സമഗ്രതയും ഉള്ളതാകുമ്പോഴാണ് അത് പാറമേൽ പണിതതിന് തുല്യമായി രൂപാന്തരപ്പെടുന്നത്. പീഡാനുഭവത്തെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, സാത്താനെ, എൻ്റെ പിന്നിലേക്ക് മാറി നിൽക്കുക. പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവന് മാത്രമേ ഈ ബന്ധം നിലനിർത്തുവാനും സാധിക്കുകയുള്ളൂ. അഥവാ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവന് മാത്രമേ ആഴമുള്ള അടിസ്ഥാനത്തിൽ വിശ്വാസ ജീവിതം ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. 4. ശ്രദ്ധ. ശ്രദ്ധിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഒത്തിരി പ്രയാസമില്ലാതെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. പക്ഷേ ശ്രദ്ധ നമ്മിൽ നിന്നും കൂടുതൽ ആവശ്യപ്പെടുന്നു. ഒരാളെ പൂർണ്ണമായും ശ്രദ്ധിക്കുവാൻ നാം അയാളെ കേൾക്കണം, മനസ്സിലാക്കണം, പ്രവർത്തിക്കണം. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയും, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ എന്ന്. ദൈവവചനത്താൽ നയിക്കപ്പെടുന്നവരായി മാറാൻ നാം അനുവദിച്ചാൽ പാറമേൽ ഭവനം പണിതവന് തുല്യമായി നാം മാറും. 5. ഒരു ഭവനം പണിയുക എന്നാൽ. ഒരു ഭവനം പണിയുകയെന്നാൽ ജീവിതം പണിയുന്നതിന് തുല്യമാണ്. കർത്താവ് പറഞ്ഞു, അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അടിസ്ഥാനമാണ്. കർത്താവിൻ്റെ വചനത്തിലും പഠനത്തിലും അധിഷ്ഠിതമായ അടിസ്ഥാനം പ്രതികൂലമായ ഏതു കാറ്റിനെയും തിരമാലകളെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കുവാൻ കഴിവുള്ളതായിരിക്കും. എൻ്റെ ജീവിത അടിസ്ഥാനം എങ്ങനെ? അത് ദൈവവചനത്തിലും സന്ദേശത്തിലും പഠനത്തിലും അധിഷ്ഠിതമാണോ? നമുക്ക് ധ്യാനിക്കാം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിശ്വാസത്തെ ആഴമുള്ള പാറമേലുള്ള അടിസ്ഥാനമായി ജീവിച്ച് നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ചഞ്ചലമായി മുന്നേറാം.
ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവോർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടിക്കിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്. ശാശ്വതമായോരു ഗേഹമത്. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവോർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടിക്കിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്. ശാശ്വതമായോരു ഗേഹമത്. നീതിമാന്മാരുടെ വാസസ്ഥലങ്ങളിൽ ജയഘോഷഗീതങ്ങൾ ഉയർന്നിടുന്നു. നീതിമാന്മാരുടെ വാസസ്ഥലങ്ങളിൽ ജയഘോഷഗീതങ്ങൾ ഉയർന്നിടുന്നു. സ്നേഹവും സഹനവും കരുണയുമവിടെ പുലരി തൻ കിരണം പോൽ പ്രഭ തൂകുന്നു. സ്നേഹവും സഹനവും കരുണയുമവിടെ പുലരി തൻ കിരണം പോൽ പ്രഭ തൂകുന്നു. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവോർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടിക്കിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്. ശാശ്വതമായോരു ഗേഹമത്. സഹജർക്കു നല്ലോരയൽക്കാരായി താങ്ങും തണലുമാമഭയകേന്ദ്രം. സഹജർക്കു നല്ലോരയൽക്കാരായി താങ്ങും തണലുമാമഭയകേന്ദ്രം. ശത്രുക്കളില്ലവർക്കെല്ലാരും മിത്രങ്ങൾ. അന്യരായില്ലവർക്കുലകിലാരും. ശത്രുക്കളില്ലവർക്കെല്ലാരും മിത്രങ്ങൾ. അന്യരായില്ലവർക്കുലകിലാരും. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവോർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടിക്കിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്. ശാശ്വതമായോരു ഗേഹമത്. പ്രാർത്ഥനയാലെ വിശുദ്ധിയിന്നുയരത്തിൽ ദൈവീക സാമീപ്യം അനുഭവിപ്പോ. പ്രാർത്ഥനയാലെ വിശുദ്ധിയിന്നുയരത്തിൽ
ദൈവീക സാമീപ്യം അനുഭവിപ്പോർ സർവരും ഈശ്വര സൃഷ്ടിയെന്നോർത്ത് അന്യോന്യം നന്മകൾ പങ്കുവയ്ക്കും. സർവരും ഈശ്വര സൃഷ്ടിയെന്നോർത്ത് അന്യോന്യം നന്മകൾ പങ്കുവയ്ക്കും. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവോർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടിക്കിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്. ശാശ്വതമായോരു ഗേഹമത്. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവോർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടിക്കിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്. ശാശ്വതമായോരു ഗേഹമത്.